മുമ്പെങ്ങുമില്ലാത്ത വിധം വളരെ നേരത്തെയാണ് ഇത്തവണ മക്കയിലേക്കുള്ള പരിശോധന നടത്തുന്നത്. ഉംറക്കാർ മടങ്ങേണ്ട തീയതി ജൂൺ 6 അതിനു മുന്നേ തന്നെ വിവിധ വിസിറ്റ് വിസകളിൽ എത്തിയവർ മക്കയിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് സൗദി ഭരണകൂടം. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓരോ ഹജ്ജ് വരുമ്പോഴും അള്ളാഹുവിൻ്റെ അതിഥികളെ പ്രയാസമേതുമില്ലാതെ ഹജ്ജ് ചെയ്യിപ്പിച്ച് നാടുകളിലേക്ക് തിരിച്ചെത്തിക്കുക എന്നത് സൗദി ഭരണകൂടം ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. അതിൻ്റെ മികച്ച ഉദാഹരണങ്ങൾ ഓരോ ഹജ്ജിലും കാണാം. എളുപ്പമാവുകയാണ് ഹജ്ജിലെ ഓരോ കാര്യങ്ങളും. സ്ത്രീകൾക്ക് പോലും ഒറ്റയ്ക്ക് ഹജ്ജിന് വരാമെന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ ഹജ്ജിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യ വന്നതോടെ ഹജ്ജും ഇപ്പോൾ അതിലേക്ക് ചുവട് വെച്ചു തുടങ്ങി. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സുരക്ഷയാണ്. ഒരേ സമയം ഒരേയിടത്ത് 20 ലക്ഷത്തിലേറെ പേർ സംഗമിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമാണിത്. അതിൽ ചെറിയൊരു അപാകത പോലും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കും. അതിനാൽ സുരക്ഷ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുന്നു. ഇതിന്റെ ഭാഗമാണ് ഹജ്ജിന് വരുന്നവർക്ക് പെർമിറ്റ് അനുവദിക്കാനുള്ള തീരുമാനം. ഇത് നേരത്തെ തന്നെ നടപ്പാക്കി വരുന്നതാണ്. അതായത് ഭരണകൂടത്തിന്റെ അറിവുള്ള വ്യക്തികൾ മാത്രമേ പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാവൂ. പെർമിറ്റ് കാണിച്ച് ഹാജിമാർക്ക് മക്കയിലേക്ക് എളുപ്പത്തിൽ കടക്കാം. ഒപ്പം ഹജ്ജിന്റെ ഭാഗമായി ജോലിക്കെത്തുന്നവർക്കും മക്കയിൽ സ്ഥിരതാമസക്കാരായവർക്കും ഈ പെർമിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കാനാകും. എത്തുന്ന ഓരോരുത്തർക്കും സൗകര്യങ്ങൾ ഉറപ്പാക്കാനാണ് ഹജ്ജിന്റെ പെർമിറ്റുകൾ ലഭ്യമാക്കുന്നത്. ഒപ്പം സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ലക്ഷ്യമാണ്. ഓരോ വർഷവും ഹജ്ജിന്റെ സുരക്ഷ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചു വരുന്നു. നേരത്തെ വെറും പേപ്പറായിരുന്ന പെർമിറ്റ് ഇന്ന് QR കോഡ് ഉൾപ്പെടെ ആപ്പിൽ ലഭ്യമാകുന്ന ഒന്നാണ്. ഇതിനാൽ ഒറ്റ ക്ലിക്കിൽ ഹജ്ജിനെത്തുന്ന ആളുടെ മുഴുവൻ വിവരങ്ങളും സുരക്ഷാ വിഭാഗത്തിന് ലഭ്യമാകും. നിലവിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം പരിശോധന മക്കയിലുണ്ട്. ഇന്നു മുതൽ മക്കയിലേക്ക് ഒരു തരത്തിലുള്ള വിസിറ്റ് വിസക്കാർക്കും പ്രവേശനമില്ല. മക്ക ഇഖാമയിലുള്ള വ്യക്തികളുടെ കുടുംബം വിസിറ്റ് വിസയിലാണെങ്കിൽ പോലും അവർ പുറത്തിറങ്ങിയാൽ പിടികൂടും. വിസിറ്റ് വിസയിൽ മക്കയിലെത്തി ഹജ്ജ് സമയത്ത് അതിനായി പോകുന്നത് തടയാനാണ് ഇത്. ഇതിന് കാരണമുണ്ട്. കണക്കിൽപ്പെടാത്ത ജനമെത്തിയാൽ ഭരണകൂടത്തിന് ഭക്ഷണവും വെള്ളവും ഗതാഗതവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാനാകില്ല. ഒപ്പം തിരക്കുൾപ്പെടെ അപകടങ്ങൾക്കും കാരണമാകും. ഓരോ രാജ്യത്തിനും നൽകുന്ന ക്വാട്ട അനുസരിച്ചാണ് അറഫ, മിന, മുസ്തലിഫ തുടങ്ങിയ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ സുരക്ഷ ഒരുക്കാറുള്ളത്. കണക്കിൽപ്പെടാത്തവരെത്തിയാൽ അത് പ്രതിസന്ധിയാകും. കഴിഞ്ഞ വർഷവും അനധികൃതമായി ഹജ്ജിനെത്തിയവരെ പിടികൂടിയിരുന്നു. ഇതിന്റെ പ്രധാന പ്രശ്നം മറ്റൊന്നാണ്. ഒന്ന്, തിരക്കിലോ മറ്റോ പെട്ട് ആരെങ്കിലും വീണാൽ രേഖയില്ലാത്തവരാണെങ്കിൽ ആളെ തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. 2, മിനായിലെ പോലെ അറഫയിലും മുസ്തലിഫയിലുമെല്ലാം ഓരോ ഭാഗങ്ങൾ ഹജ്ജ് ഏജൻസികൾക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് വിവിധ രാജ്യങ്ങളിലുള്ളവരെ ഗ്രൂപ്പുകളാക്കി എത്തിക്കുക. ഇതിലേക്ക് മറ്റാർക്കും പ്രവേശനമുണ്ടാകില്ല. ഫലത്തിൽ അനധികൃതമായി എത്തുന്നവർ ഇതിന് പുറത്താകും. ഇതോടെ ഇവർ അകത്ത് കയറാൻ ശ്രമം നടത്തും. ഇതെല്ലാം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിനാൽ ഇത്തവണ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ലെന്നാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും തീരുമാനം. അറഫ, മിന, മുസ്തലിഫ, മെട്രോ സ്റ്റേഷൻ, ബസ്സുകൾ തുടങ്ങി എല്ലാ മേഖലയിലും പരിശോധനയുണ്ടാകും. അനധികൃത ഹജ്ജ് ഇല്ലാതാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ വരുന്ന ഹജ്ജ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി മക്ക അതിർത്തികളിലും വിവിധ റോഡുകളിലും നേരത്തെ തന്നെ പോലീസ് പരിശോധന കർശനമായി നടത്തുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇത്ര നേരത്തെ തന്നെ സുരക്ഷാ പരിശോധന നടത്തുന്നത്.
ഇവിടെ ഹാജിമാരും മറ്റുള്ള ആളുകളൊക്കെ ലോകത്തുനിന്ന് എല്ലാ ഹാജിമാരും ഇവിടെ എത്തിയ സമയത്ത് ഈ വിസിറ്റിംഗ് വിസക്കുള്ള ആളുകൾ പുറത്തു വരികയും അവരെ പിടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബോഫിയയിലായാലും ഹോട്ടലിലായാലും ജോലി ചെയ്യുന്ന ആളുകൾ അവർ ജോലിയിലായിരിക്കും. ഭാര്യമാർ ഹറമിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഹജ്ജിന് വന്നവരെ കാണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പുറത്തു വരുമ്പോൾ അവിടെ പിടിക്കപ്പെടുന്നുണ്ട്. ആ പിടിക്കപ്പെടുമ്പോൾ ഭർത്താവ് മക്കയിലും ഭാര്യ ജിദ്ദക്ക് പുറത്തുമാണ് ഇപ്പോൾ എത്തിപ്പെട്ട 1-2 കേസുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം അവരെ പിടിച്ചു കൊണ്ടുപോയി ജിദ്ദക്ക് പുറത്ത് ഒഴിവാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ചെക്കിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആരാണോ ഇവിടെ വിസിറ്റിംഗ് വിസയിലുള്ള ആളുകൾ അവർ റൂമുകളിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ഹാജിമാർക്ക് സുഖകരമായ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുക. നേരത്തെ സന്ദർശക വിസയിൽ മക്കയിലെത്തിയ മലയാളി ഫാമിലികളും മറ്റും ആശങ്കയിലാണ്. പെട്ടെന്ന് ലഭിച്ച നിർദ്ദേശങ്ങളായതുമൂലം പലർക്കും കുടുംബങ്ങളെ നാട്ടിലേക്ക് അയക്കാനും സാധിച്ചിട്ടില്ല. സന്ദർശന വിസയിലെത്തിയ സ്ത്രീകളും കുട്ടികളും ഹജ്ജ് സേവന രംഗത്ത് സാധാരണ സജീവമാകാറുണ്ട്. ഇത്തവണ ഇവർക്കും ഇത്തരത്തിൽ സേവനത്തിന് എത്തരുത് എന്ന നിർദ്ദേശം വളണ്ടിയർ സംഘങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കരുതലോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. വലിയ രീതിയിലുള്ള പരിശോധനകളാണ് മക്കയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. തെസ്രിയയില്ലാത്ത മക്ക ഇക്കാമയില്ലാത്ത ആളുകളെ തൽക്കാലം പ്രവർത്തിക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് ഇവിടുന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവോദയയെ സംബന്ധിച്ചിടത്തോളം വനിതാ വളണ്ടിയർമാർ കൂടുതലും വിസിറ്റ് വിസയിൽ വന്നിട്ടുള്ള ആളുകളാണ്. അവർ തൽക്കാലം പ്രവർത്തിക്കേണ്ട എന്നാണ് നമുക്ക് എംബസിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് വനിതാ വളണ്ടിയർമാർ നമ്മളോടൊപ്പം വളരെ വിരളമാണ് ഉള്ളത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ കൂടുതൽ വളണ്ടിയർ പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതുണ്ട്. ഹാജിമാർക്ക് കൂടുതൽ സേവനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. എല്ലാ രീതിയിലും നവോദയ വളണ്ടിയർമാർ നമ്മളോടൊപ്പം ഉണ്ടാവും. അനധികൃത ഹജ്ജ് സ്വീകാര്യമല്ല എന്ന ബോർഡുകൾ മക്കയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി കാണാം. ഇത്തരത്തിൽ പിടികൂടുന്നവരെ വൻ തുക പിഴ ഈടാക്കി ജയിലിലാക്കും. പിന്നീട് ആജീവനാന്ത വിലക്കോടെ നാടുകടത്തും. ഏതെങ്കിലും രീതിയിൽ ചെക്കിങ്ങിൽ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ പേരിലാണോ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ അവിടെ ഇറങ്ങിയത് അവരുടെ പേര് ബാനാക്കുകയും ഒരു ഭീമമായ തുക പിഴ ഈടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും മലയാളികളടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വിസിറ്റിംഗ് വിസയിലും വന്ന കുടുംബത്തെ റൂമുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഹാജിമാർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക. ഇതിനകം 20,000-ലേറെ പേരെ ഇത്തരത്തിൽ തടഞ്ഞതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. കെട്ടിടങ്ങൾ തോറും അതുപോലെ ഗല്ലികൾ തോറും കനത്ത പോലീസ് ബന്ദോബസ്തും ചെക്കിങ്ങും തെരച്ചിലും തുടരുന്നതിനാൽ മലയാളികളടക്കമുള്ള ഒട്ടേറെ കുടുംബങ്ങൾ സന്ദർശക വിസയിൽ സൗദിയിലേക്ക് വന്ന ഒട്ടേറെ കുടുംബങ്ങൾ മക്കയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഹജ്ജ് കാലം തീരുന്നത് വരെ 2-3 ആഴ്ച കൂടി പുറത്തിറങ്ങുന്നതൊക്കെ പരമാവധി ശ്രദ്ധിച്ചു വേണം. കാരണം അതിനുമാത്രം കനത്ത പോലീസ് ബന്ദോബസ്താണ്. ജൂൺ 2 അഥവാ ഇന്നു മുതൽ ശക്തമായ രൂപത്തിൽ ചെക്കിങ്ങും നടപടികളും മക്കയിലുണ്ടാകും. ജൂൺ 6 മുന്നോടിയായി ഉംറയിലെത്തിയ തീർത്ഥാടകർ പൂർണ്ണമായും മടങ്ങും. ഇതോടെ മക്ക ഹാജിമാർക്ക് മാത്രമുള്ള ഇടമായി മാറും. ഇപ്പോൾ ഈ ഒരു ഉത്തരവ് വന്നതിന് ശേഷം കനത്ത പോലീസ് ചെക്കിങ് തന്നെയാണ് എല്ലാ ഗല്ലികൾ തോറും വഴി റോഡിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ തടഞ്ഞു നിർത്തി അവരുടെ രേഖകൾ ചോദിക്കലും വിസിറ്റ് വിസക്കാരാണോ അല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് പോലീസ്. അപ്പോൾ പുറത്തിറങ്ങുന്ന മലയാളികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഖാമ അടക്കമുള്ള തസ്രീഹ് അടക്കമുള്ള രേഖകൾ കയ്യിൽ വെക്കുന്നത് നല്ലതാവും. അള്ളാഹുവിൻ്റെ അതിഥികളാണ് ഓരോ ഹാജിയും. അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് ആവർത്തിച്ച് നൽകുന്നുണ്ട്. പഴയ കാലമല്ല, ഒറ്റ ക്ലിക്കിൽ എല്ലാം തെളിയുന്ന കാലമാണ്. പിടിയിലായാൽ പിന്നീട് സൗദിയിലേക്ക് ഉംറക്ക് പോലും വരാനാകില്ല. അതിനാൽ ജാഗ്രത വേണം, ഹജ്ജ് തീരുന്നതുവരെ.